സ്കൈആർക്ക് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് 4 സെന്റിലുള്ള 1700 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ന്യൂ 3 BHK ഹൗസ് ആണ്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു കോണ്ടംപററി സ്റ്റൈലിലുള്ള വീടാണ്. അതുപോലെ ഈ ഒരു വീടിൻ്റെ വാൾസിലും പില്ലേഴ്സിലും ടൈൽ വെച്ചിട്ട് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ക്ലാഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനാണ് ഈ ഒരു വീടിന് വരുന്നത്. അതുപോലെ സ്പോട്ട് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. അതുപോലെ 2 കാർ വരെ ഈ ഒരു വീട്ടിൽ ഒരേ സമയം പാർക്ക് ചെയ്യാനും പറ്റും. ഹോളോ ബ്രിക്സ് യൂസ് ചെയ്താണ് ഈ ഒരു വീടിൻ്റെ പണി തീർത്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ അപ്രോക്സ് ഫ്രണ്ടേജ് ഏരിയ എന്ന് പറയുന്നത് 30 ഫീറ്റ് ആണ്. വീടിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് വെച്ച് പണി തീർത്തിരിക്കുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കുണ്ണൂർ ശാല റോഡ് ശാസ്താ നഗറിലാണ്. മെയിൻ റോഡിൽ നിന്ന് 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ നിന്ന് 700 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ബസ് റൂട്ടിൽ നിന്നും 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസിലാണ്. ഇവിടുത്തെ വാളിൽ ടൈൽ വെച്ചിട്ടുള്ള ഒരു ക്ലാഡിങ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രിൽ വിൻഡോ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനോടൊപ്പം ഇവിടെ സ്പോട്ട് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കിടക്കുകയാണ്. ഇതാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറ്. തേക്ക് വെച്ചാണ് ഈ ഡോറിൻ്റെ പണി തീർത്തിരിക്കുന്നത്. ആൻഡ് സ്പൈഡർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ ഒരു ഡോറിൻ്റെ ഹാൻഡ് ലോക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടുത്തെ ലേഔട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയയും വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ വാഷ് ബേസിൻ യൂണിറ്റും വരുന്നുണ്ട്. ഒരു ബെഡ്റൂമും ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു കിച്ചണും വർക്ക് ഏരിയയാണ്. ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് കൊടുത്തേക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയയുടെ ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിനോടടുത്തായിട്ട് നമുക്കൊരു വാഷ് യൂണിറ്റും വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു വീടിൻ്റെ വാഷ് യൂണിറ്റ്. നമുക്കിവിടെ ടൈൽ വെച്ചിട്ടുള്ള ഒരു ക്ലാഡിങ് കാണാൻ പറ്റും. ആൻഡ് ഒരു മിററും അവൈലബിൾ ആണ്. സൊമാനിയും വെൽവെറ്റും ആണ് ഈ ഒരു വീടിൻ്റെ പ്ലംബിങ്ങിനും സാനിറ്ററി ഫിറ്റിങ്ങിനുമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലോട്ടാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ലോഫ്റ്റ് ഏരിയ ഓപ്പൺ ആക്കിയാണ് വെച്ചേക്കുന്നത്. ആൻഡ് നമുക്കിവിടെ 3 ഡോർസ് ഉള്ള ഒരു വാർഡ്രോബ് അവൈലബിൾ ആണ്. മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് ഈ ഒരു വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു വാർഡ്രോബാണിത്. ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങിനായി ഹൈഫൈ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഏഷ്യൻ പെയിൻറ് ഉപയോഗിച്ചാണ് ഈ ഒരു വീടിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബാത്റൂമിൽ PVC ഡോർസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലാണ് ഈ ഒരു ടൈലിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഹീറ്റർ പോയിൻ്റ് അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് ഒരു വാഷ് ബേസിനും മിററും ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഒരു വീടിൻ്റെ കിച്ചണിലോട്ടാണ്. ഇവിടെ നമുക്ക് ലോവർ ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ലോഫ്റ്റ് ഏരിയ ക്ലോസ്ഡ് ആണ്. എല്ലാ ക്യാബിനറ്റ്സിലും പ്രൊഫൈൽ ഹാൻഡ്ലിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു ബാക്ക് സ്പ്ലാഷ് കാണാൻ പറ്റും. കിച്ചൺ ഫർണിഷിംഗ് മെറ്റീരിയൽ അലൂമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈലാണ് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കിച്ചണിലെ വാൾസിൽ ഫുള്ളും ടൈൽ വർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2x4 സൈസിലുള്ള ടൈൽസ് ആണ് ഈ ഒരു വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ടാപ്പിൻ്റെ പ്രൊവിഷൻ ഈ ഒരു കിച്ചണിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് ഏരിയയുടെ ലോഫ്റ്റ് ഏരിയ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്.
ആൻഡ് സെയിം വൈറ്റ് കളറിലുള്ള ഒരു ബാക്ക് സ്പ്ലാഷ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള ആക്സസ് വരുന്നത് ലിവിങ് ഏരിയ എന്നാണ്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തേക്കുന്നത് സ്റ്റീലും ഗ്ലാസും വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടുത്തെ ലേഔട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട്, 2 ബെഡ്റൂംസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്, ഒരു ബാൽക്കണി സ്പേസും ടെറസിലോട്ടുള്ള ആക്സസും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് വരുന്നത്. ഒരു സിമ്പിൾ ലിവിങ് ഏരിയ ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെയിം ലൈറ്റ് പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയയിലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ 3 ഫേസ് ആണ്. ഈ ഒരു വീടിന് 3 AC പോയിന്റ്സ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി സ്പേസിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടുത്തെ വാളിലും പില്ലറിലും ടൈല് വെച്ചിട്ടുള്ള ഒരു ക്ലാഡിംഗ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ സ്പോട്ട് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെയില് സ്റ്റീലും ഗ്ലാസും വെച്ചിട്ടാണ് പണി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ലോഫ്റ്റ് ഏരിയ ഓപ്പൺ ആണ്. നമുക്കിവിടെ ഒരു വാർഡ്രോബ് കാണാൻ പറ്റും. 2 ഡോർസ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒരു മിറർ അവൈലബിൾ ആണ്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. PVC ഡോറാണ് ഈ ഒരു ബാത്റൂമിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് ക്രീം കളർ കോമ്പോയിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. 7 ഫീറ്റ് ഹൈറ്റ് ആണ് ഈ ഒരു ടൈൽ വർക്കിന് വരുന്നത്. ഇവിടെ ഒരു മിററും വാഷ് ബേസിനും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 ഡ്രോസ് ഉള്ള വാർഡ്രോബ് അവൈലബിൾ ആണ്. അത് മിറർ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇവിടുത്തെ ലോഫ്റ്റ് ഏരിയ ഓപ്പൺ ആണ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. PVC ഡോർസ് ആണ് ഈ ഒരു ബാത്റൂമിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 7 ഫീറ്റ് ലെങ്തിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. ഇവിടെ നമുക്കൊരു മിററും ഒരു വാഷ് ബേസിൻ യൂണിറ്റും അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു വീടിൻ്റെ ടെറസിലോട്ടുള്ള ആക്സസ് ഡോർ ആണ്. ഇവിടുന്ന് നമുക്ക് ടെറസ് ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു വാട്ടർ ടാപ്പിൻ്റെ പ്രൊവിഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ടെറസിലോട്ടുള്ള സ്റ്റെയർസ്. കേരള വാട്ടർ അതോറിറ്റി കണക്ഷൻ ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. 750 ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയാണ് ഈ ഒരു വീടിൻ്റെ വാട്ടർ ടാങ്കിന് വരുന്നത്. ഈ ഒരു ഏരിയയിലെ ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് പെർ സെൻറ്റ് 3 lakhs ആണ്. ഈ ഒരു 4 സെൻറ്റിലെ 1800 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 55 lakhs ആണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 55 lakhs ആണ്. ആൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി നെഗോഷ്യബിൾ. ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വീടും ഇതുപോലെ അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് സ്കൈ ആർ.